ഹായ്, ഗുഡ് മോർണിംഗ്. എന്താണെന്നറിയോ, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ പൊതുവേ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല, പക്ഷെ ഈ 2 ദിവസമായിട്ടേ ഭയങ്കര വിഷമങ്ങൾ. എന്താണെന്ന് വെച്ചാൽ പഴയ ചില കാര്യങ്ങളൊക്കെ ഓർക്കുക. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഓർത്തിട്ട് വിഷമിക്കാറ്, ടെൻഷൻ അല്ല വിഷമിക്കാറുണ്ടോ? എനിക്ക് ഇന്നലെ രാവിലെ തൊട്ട് അതേ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് വണ്ടി ഓടിക്കുമായിരുന്നു. വളരെ പണ്ടത്തെ കാര്യമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. എനിക്കൊരു 2018, 19, 20, 22 ആ ഒരു കാലഘട്ടത്തിലോട്ടാട്ടോ ഞാൻ പോയത്. അന്നേരം എനിക്ക് ജോലി ഉണ്ടായിരുന്ന സമയത്ത് ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് ശമ്പളം ഉണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നു, വണ്ടി ഓടിക്കുന്നു, പിന്നെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കല്യാണത്തിന് പോവും, അവരെ കാണും, പിന്നെ അവരുടെ കൂടെ പുറത്ത് പോവും, ഫുഡ് കഴിക്കും, പിന്നെ ഉത്സവങ്ങൾ, പിന്നെ എന്തുവാ പെരുന്നാൾ, അങ്ങനെയൊക്കെ പോവും, പരിപാടികളൊക്കെ കാണും. ഞാനും ഫാമിലിയൊക്കെ കാണും കേട്ടോ. പിന്നെ എന്താ, അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ഷയയിലൊക്കെ വർക്ക് ചെയ്തു. അവിടെ ഈ പറഞ്ഞ പോലെ എന്നും പോകുന്നു വരുന്നു, ഭയങ്കര രസമായിരുന്നു. വെച്ചാൽ നമ്മുടെ മൈൻഡ് ഫ്രീ ആയിരിക്കും. അങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ വീട്ടിൽ എനിക്കിപ്പം ഇങ്ങനെ ഒരു അസുഖം വന്ന് ഇത്രയും കൂടുതലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞപ്പോഴും അതേപോലത്തെ തന്നെ ഒരു ലൈഫ് തന്നെയായിരുന്നു. അതിനുശേഷം പിന്നീട് ഇത് കൂടി, അസുഖം കൂടി, വീട്ടിൽ തന്നെ ആയപ്പോഴത്തേനും മെൻ്റലി ഞാൻ ഒട്ടും ഓക്കെ ഇല്ലാതായിരുന്നേ. എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കും ഇനി ഞാൻ പണ്ടത്തെ പോലെ കിടപ്പിലായി പോകുമോ എന്താണെന്നൊക്കെ ഉള്ളൊരു മൈൻഡിലേക്ക് വന്നായിരുന്നു. പിന്നെ അങ്ങനെ തളർന്നു പോയപ്പോഴത്തേനും അപ്പം ഞാനങ്ങനെ അസുഖം കൂടുതലായിട്ട് ഇപ്പം തളർന്നൊക്കെ പോയായിരുന്നല്ലോ. അന്നേരം എൻ്റെ മനസ്സിൽ പിന്നെ ഞാൻ അതുപോലെ ആയിപ്പോയി, ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ലേ എന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ വന്നു. അതിനുശേഷം ഇപ്പം ബെറ്റർ ആയില്ലെന്നല്ല, എന്നാലും എനിക്കിപ്പം അന്നെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം കൂടുതൽ എനിക്ക് സങ്കടം വരുന്നതെന്ന് വെച്ചാൽ ഗബ്രൂട്ടൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ്. ഒരു അമ്മയെന്ന നിലയ്ക്ക് പലതും മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്കിപ്പോൾ അവനെ നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നില്ല. വെച്ചാൽ അവനെ കുളിപ്പിക്കാൻ, അതുപോലെ എടുത്തുകൊണ്ട് നടന്ന് ഉറക്കാൻ, ഫുഡ് കൊടുക്കാനൊന്നും പറ്റുന്നില്ല. നേരെ മറിച്ച് എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞുണ്ടായിരുന്നു. അവനെ ഞാനൊരു 1.5-2 വയസ്സ് വരെ ഞാൻ അവനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ജോലിക്ക് പോയ സമയത്തും ഞാൻ ആ മോനെ ഉറക്കവും നോക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, എടുത്തുകൊണ്ടൊക്കെ നടക്കായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്ക് നല്ല രീതിയിൽ എല്ലാവരും നോക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ അമ്മ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്താ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള തോന്നലുണ്ട്. പിന്നെ രണ്ടാമത്തെ എൻ്റെ സങ്കടം എന്ന് വെച്ചാൽ വൈഫ് എന്നുള്ള രീതിയിലും ഇച്ചാനെ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും. പക്ഷേ തിരിച്ചെനിക്ക് അതേപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരിത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ വീട്ടു ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പം അതൊക്കെ എനിക്ക് എൻ്റെ പൊട്ടച്ചിന്തയിൽ വന്ന കാര്യങ്ങളാണ്. ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള എൻ്റെ ഒരിത്. പിന്നെ ഫുള്ള് വേദനയും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട്. പിന്നെ എനിക്ക് പുറത്തോട്ടൊന്നും ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഇനി എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ, അങ്ങനെ എനിക്ക് വണ്ടി ഓടിച്ച് ഇനി പുറത്തോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു എന്തായാലും പറയുന്നത് കുറേ ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടെ നിന്ന്. എനിക്കങ്ങനെ ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞ് ചെയ്യാനൊന്നും അറിയത്തില്ലേ. പക്ഷെ ഇപ്പം ഇങ്ങനെ ഇച്ചാനൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്ന കേട്ടിട്ട് എനിക്കും അപ്പം നിങ്ങളുടെ അടുത്തുനിന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ എന്താണെന്ന് എനിക്കിങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല. എന്തൊക്കെയോ ഉള്ളിൽ അങ്ങനത്തെ കുറച്ച് വിഷമങ്ങൾ. എനിക്ക് ഇപ്പോൾ കുറച്ച് പിന്നെയും ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി എന്താകും. അത് തന്നെയല്ല, ഏജ് കൂടുന്നതനുസരിച്ച് ഈ അസുഖം കുറച്ചുകൂടെ കൂടത്തുള്ളൂ. പിന്നെ വേദന അങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുമ്പം ഭയങ്കരമായിട്ട് എനിക്കങ്ങ് എന്തൊക്കെയോ വിഷമങ്ങൾ ഭയങ്കരമായിട്ട്. എന്താ ചെയ്യാല്ലേ, അപ്പം ശരിയാകും. പക്ഷെ എനിക്ക് എന്താ പറയണ്ടേന്ന് എനിക്കിങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യാം. എന്നെക്കാളും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം എനിക്ക് പറയാനുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളേ. ബൈ.